തിരുവനന്തപുരം കന്യാകുമാരി എവിടെയോ എവിടെയോ പോവാണ്. രാത്രി നല്ല 10 മണിയായി. നിറച്ച് നല്ല മഴയുണ്ട്, മഴയൊക്കെ ഉണ്ട്. നമുക്ക് പോവാം ഗൈസ്. വീട്ടിൽ ഉറങ്ങാൻ സ്ഥലമില്ല, അപ്പൊ നമുക്ക് പുറത്ത് പോയി ഉറങ്ങാം ഗൈസ്. അപ്പൊ ഗൈസ് 12 മണിയായി ഇപ്പൊ സമയം. ഇവര് ചായ കുടിക്കാൻ ഇറങ്ങിയ കാണാം. 11:48 സമയം. അച്ഛനും മാവനും മുത്തച്ഛൻ ചായ കുടിക്കാനായിട്ട് സ്ഥലത്ത് ഇറങ്ങിയതാണ്. ചായ ഇട്ടില്ല. അപ്പൊ ഗൈസ് സമയം 2:56. നമ്മള് റൂം കിട്ടാതെ തപ്പിയെടുക്കണം ഗൈസ്. അങ്ങനെ അവസാനം നമുക്കിത് ഇവിടെ ഒരു റൂം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു അമ്പലത്തിൻ്റെ അടുത്താട്ടോ ഈ റൂം. നല്ല കൊത്തുപണികളൊക്കെ ഉള്ള ഒരു ദേവീക്ഷേത്രത്തിൻ്റെ മുന്നിലായിരുന്നു. അവിടെയാണ് നമ്മൾ അവർ ഹോട്ടലുകാർ പാർക്ക് ചെയ്തോളാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ രാവിലെ മാറ്റിയാൽ മതി എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇളം മഴ, ചാറ്റൽ മഴ. അതുപോലെ ഒരു 3 മണിയായപ്പോൾ ഞങ്ങൾ റൂമിലെത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മളെടുത്ത ഹോട്ടൽ. താഴത്തെ 2 റൂം ഉണ്ടായിരുന്നു, അതെടുത്തു. പിന്നെ മേളിലെ 2 റൂം അങ്ങനെയാണ് എടുത്തേക്കുന്നത്. ഈ ഫസ്റ്റ് റൂം അച്ഛനും അമ്മയും കൂടെ എടുത്തു. ഈ റൂം ഞാനും ശാന്തമ്മയും കൂടെ കിടന്നു. ബാക്കി കുഞ്ഞനും അനീഷേട്ടനും ആളും ആൻറ്റിയൊക്കെ മേളിൽ 2 റൂം ഉണ്ടായിരുന്നു, അത് അവരവിടെ കിടന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. ഹാപ്പി നേരം വെളുത്തിട്ട് കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ റൂമിലാണ് ഞാനും അമ്മയും കൂടെ കിടന്നത്. ശാന്തമ്മയും കൂടെ ഇവിടെയാണ് കിടന്നത്. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു, ശാന്തമ്മ കുളിയിലാണ്. അപ്പോൾ ഇനി അവരൊക്കെ റെഡിയായോ നോക്കണം. അവരൊക്കെ വേറെ റൂമിലാട്ടോ. അവരാരും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയിട്ട് അമ്പലം ഓപ്പൺ ആയോ എന്നറിയാനായിട്ട്. അപ്പോൾ ഇത് ദേവീക്ഷേത്രമാണ് കേട്ടോ. ഞാനും അച്ഛനും മാത്രം രാവിലെ എഴുന്നേറ്റ് സവാരിക്ക് ഇറങ്ങിയിട്ട് കട്ടൻ ചായ കിട്ടുമെന്നറിയാനായിട്ട് ഇറങ്ങിയിട്ടാണ്. അമ്മ ഫ്രഷാവാൻ കയറിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് പക്ഷേ ഈ കട്ടൻ ചായയുടെ സ്ഥലം കിട്ടിയിട്ടുണ്ട്. പല്ലിച്ചോ ഒന്ന് പല്ലിച്ചിട്ട് നമുക്ക് കട്ടൻ ചായ കുടിച്ചിട്ട് വരാം. ഒരു കാലിച്ചായ കുടിക്കുമ്പോൾ അച്ഛനും അമ്മ ഇപ്പോൾ വരും അവിടുന്ന്. രാവിലെ വെയില. അങ്ങനെ ഞങ്ങളത് അടുത്തുള്ളൊരു ചെറിയ ഹോട്ടലിൽ കയറി കേട്ടോ. അവിടെ കയറിയപ്പോൾ തന്നെ നല്ലൊരു അടിപൊളി സ്ഥലം കേട്ടോ. ഒരു പഴമയുടെ ഒരു ഇത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഉള്ളൊരു ഹോട്ടൽ കേട്ടോ. നല്ല ചായ ആയിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാം. പിള്ളേരെ എണീറ്റിട്ടുണ്ടെങ്കിൽ അവരെയും കൂടെ കൂട്ടി കഴിഞ്ഞിട്ടുണ്ട്. മാലോട്ട് തല കുളിച്ചിട്ടില്ല കേട്ടെന്ന്. നോക്കുമ്പോൾ ഒരു ഹായ് ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് ഗൈസ്. അനീഷേട്ടൻ്റെ പല്ല് തേപ്പ് തുടങ്ങിയിട്ടുള്ളൂ. ഗുഡ് മോർണിംഗ്. ആൻറ്റി മേക്കപ്പിലാണ്. ഗുഡ് മോർണിംഗ്. ഹലോ മമ്മ. ഹലോ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. മാമി ഡ്രസ്സൊക്കെ മാറി സുന്ദരിയായിട്ടുണ്ട്. പിന്നെ സുന്ദരിയാവാൻ നോക്കണ്ടേ. എന്താണ് അവരുടെ മേക്കപ്പ്. എല്ലാവരും റെഡിയായി. കുട്ടി റെഡിയായോ? ലുക്ക് ബേബി. യാ. ചായ കുടിക്കാൻ ഇറങ്ങിയാണ്. ഇനി ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയാണ്. യെസ്. ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് ആദ്യം തന്നെ വണ്ടിയിൽ വെച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ പോകാമെന്ന് കരുതി. പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ആ ചായ കുടിച്ചിട്ട് ആ ഫോട്ടോ അങ്ങനെ തന്നെ ഇടും. അങ്ങനെ ഞങ്ങൾ ഓർഡറൊക്കെ ചെയ്ത് എല്ലാവരും വെയിറ്റിങ്ങിലാണ് കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ ചായ കുടിക്കാൻ ചെന്നപ്പോൾ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല തിരക്കായിട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അച്ഛനും അമ്മയ്ക്കൊക്കെ ആദ്യം തന്നെ കിട്ടിയിട്ട് പെട്ടെന്ന് കിട്ടിയിട്ടോ. ഒരുപാട് വെയിറ്റ് ഒന്നും ചെയ്യേണ്ട വന്നില്ല കേട്ടോ. അവർക്ക് വന്നതിൻ്റെ പിന്നാലെ തന്നെ ഞങ്ങൾക്ക് വന്നു കേട്ടോ. അപ്പോൾ ഉള്ളിക്കറിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഒരുപാട് പഴക്കം ചെന്ന ഒരു ഹോട്ടലാണ് കേട്ടോ. അത് പഴയ ഫോട്ടോകളൊക്കെ യേശുദാസും അബ്ദുൽ കലാമിനെ കണ്ട ഫോട്ടോകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു മൊത്തത്തിലൊരു പഴമ നിറഞ്ഞ ഒരു ഹോട്ടലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിൽ വന്ന് ഇനി എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സൂവിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ പോണ വഴി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആട്ടോ പോയത്.
കയറാൻ പറ്റുന്നൊരു സാഹചര്യത്തിലല്ല ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതുപോലെ കണ്ടിട്ട് പോകേണ്ട വന്നു. വളരെ നിരാശ തോന്നി കേട്ടോ, ഇത്രയും അടുത്ത് വന്നിട്ട് പോകാൻ പറ്റാത്തതിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും കഴിഞ്ഞ് സൂവിലേക്ക് എത്തി. സൂവിൽ രാവിലെ തന്നെ കുറേ ആളുകൾ നടക്കാൻ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓപ്പണിംഗ് ടൈമിൽ തന്നെ ഞങ്ങൾ ചെന്നു. അപ്പം മോർണിംഗ് വാക്കിനൊക്കെ എത്തിയവരെയൊക്കെ കാണാൻ പറ്റി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറാൻ പോവുകയാണ്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറി. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു. ഈ സെക്ഷനാണ് നമ്മൾ ആദ്യം കയറിയത്. ആദ്യം തന്നെ വലിയ കാട്ടുപോത്തിനെ കണ്ടു. ഏതാന്ന് കാണിച്ചേട്ടെ. എനിക്കറിയില്ല, അവിടെ എഴുതി വെച്ചിട്ടില്ല എൻടെയിൽഡ് സംതിങ്. അപ്പൊ അതാണ് ആയിരിക്കുന്നത്. റേസസ് മെക്കാക്കി, റേസസ് 20 to 30 ആയിരിക്കണം. ഇത് ഒമിനി കൂട്ടുകാരനെ വിളിക്കണേ. എന്നിട്ട് പേര് കുന്തിരിക്കുന്നാണ്. നമ്മൾ കുന്തിരിക്കത്തിരി ഉണ്ടാക്കുന്നത്. പിന്നെ അവിടെ ഒരു കുരങ്ങിരിപ്പുണ്ട്. ഇതാണ് കുന്തിരിക്കത്തിന്റെ മരം. അങ്ങനെ ഞങ്ങൾ ഓരോ സെക്ഷൻ കണ്ടുകൊണ്ട് ഇങ്ങനെ പോന്നു കേട്ടോ. നല്ല ഏരിയ ഉണ്ട് കേട്ടോ ഇത് നടന്ന് കാണാനായിട്ട്. അങ്ങനെ കിളികളുടെ സെക്ഷൻ വേറെ. അപ്പോൾ കിളികളിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് വന്നു ഇവിടെ ഒരു മൂങ്ങ ഉണ്ടായിരുന്നു. ഭയങ്കര ദേഷ്യക്കാരനായിട്ടുള്ള മൂങ്ങ കേട്ടോ. അപ്പോൾ കുഞ്ഞനെ ഇതിനെ ഇങ്ങനെ ചൊടിപ്പിച്ച് ദേഷ്യം വന്ന് കുറേ നേരം അവിടെ നിന്ന് കേട്ടോ. പിന്നെ ഒരു കിളി അപ്പം ഞങ്ങൾ കേൾപ്പിക്കുന്ന സൗണ്ട് തന്നെ തിരിച്ച് കേൾപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തത്ത, വേറെ വെള്ളിമൂങ്ങ, അങ്ങനെ മൂങ്ങയുടെ തന്നെ കുറേ സെക്ഷൻ ഉണ്ടായിരുന്നു. തത്തകൾ കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ കിളികളിൽ ഒരുപാട് സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു ഞങ്ങൾ ഇനി അടുത്ത സെക്ഷനിലേക്ക്. ഇവിടെ പക്ഷികൾ പിന്നെയും വേറെ, ഇത് വേറെ വെറൈറ്റി കഴുകനും വലിയ പരിന്തുമൊക്കെ ഉള്ള ഒരു സെക്ഷനായിരുന്നു. അവിടെ തന്നെ സൈഡിലായിട്ട് മുതലകൾ ഉണ്ടായിരുന്നു. 2 മുതലയും പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് വലിയ കഴുക, ഇതിൽ കുറേ 3-4 ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കണ്ടു. അതിന് ശേഷം ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ അരയന്നങ്ങളുടെ ഒരു കുളം ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. വീഡിയോയിൽ അത്ര നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടില്ല ഈ വലയായതുകൊണ്ട്. പക്ഷെ അവർ പറക്കണതും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നീർനായയുടെ ഒരു കുളത്തിൽ പോയി. അതിലും അവർ നീന്തി തുടിക്കണ്ടായിരുന്നു കേട്ടോ. അതും നല്ലൊരു ഭംഗിയുണ്ടായി. കായനൊക്കെ കണ്ടുവന്നപ്പോഴത്തേനും ഞങ്ങൾ ഉപേക്ഷിച്ച് എല്ലാവരും പോയി. ഇനി അവരെ തപ്പി ഞങ്ങൾ കരടി അവിടെ കരടി സ്ഥലത്തേക്ക് എല്ലാവരും പോയിരിക്കുകയാണ്. കരടി സ്ഥലത്തേക്ക് ഞങ്ങൾ കരടിയിലെ കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ കരടി പിടിച്ചാലും അവരറിയില്ല. അതിനെ തുറന്നിട്ടേക്കാനുള്ള അയ്യോ അത് പോയി. നിങ്ങളെ കണ്ട് പേടിച്ചു പോയതാ. വരന്തേ ഇവിടെ ഉണ്ട് 2 ഉണ്ട്. കരടി സൂപ്പറായിരുന്നു കേട്ടോ, ഓപ്പണായിട്ട് ഇട്ടേക്കുന്നു. അപ്പോൾ നമുക്ക് നല്ലോണം കാണാം കേട്ടോ. നീർക്കുതിര മരത്തേല് പാമ്പിനെ ഉണ്ടാക്കി വെച്ചങ്ങനെ. പിന്നെ മാനുകൾ, പിന്നെ കാട്ടുപോത്ത്, കുറേ മാനുകൾ ഇതിനെയൊക്കെ കണ്ട് വിഷമിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുത്തെ ക്യാൻറ്റീനിൽ കയറി ചായയും വടയും കഴിക്കാൻ കയറിയേട്ടാ. ചായയും വടയും കഴിക്കുന്ന സമയത്ത് അണ്ണാനൊക്കെ വന്ന് അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇങ്ങോട്ട് അടുത്ത സെക്ഷനിലേക്ക് പോയി. ഇവിടെ കടുവ, പുലി, സിംഹം അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലൊക്കെ കിടപ്പുണ്ട് കേട്ടോ, നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു കടുവേനെ കുളിപ്പിക്കുകയാണ് കേട്ടോ. അവൻ അങ്ങോട്ട് ഓടുകയാണ് വെള്ളം ചെന്നപ്പോഴത്തേനും. അവർ ഫുഡൊക്കെ എടുത്ത് വിളിക്കുന്നുണ്ട്
കേട്ടോ, ഫുഡ് എടുത്ത് വിളിച്ചു വരുമ്പോഴത്തേനും അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വലിയ കടുവയായിരുന്നു കേട്ടോ. ഇപ്പോൾ പോയ ചേട്ടൻ ഫുഡും കൊണ്ട് പോയതാണ്. ആ ചേട്ടൻ്റെ പുറകെ അതങ്ങ് പോയി. പിന്നെ അതേ സിംഹം ദേഷ്യം വന്ന് നടക്കണമല്ലോ ഉണ്ടോ, ദേഷ്യം വന്നിട്ട് നടക്കണമല്ലുണ്ട്. അവിടെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു സിംഹത്തെ കണ്ടു കേട്ടോ. പിന്നെ ഇപ്പുറം സെക്ഷനിലേക്ക് വന്നപ്പോൾ വലിയ വലിയ കടുവകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി വലിയ കടുവയായിരുന്നു. ഞങ്ങൾ ആ കടുവേനെയൊക്കെ കണ്ട് തിരിച്ചു വന്നപ്പോൾ സിംഹം ഇപ്പുറത്തേക്ക് തല വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴത്തെ ഇതാ വിളിച്ചിട്ട് തിരിഞ്ഞു നോക്കണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ അവനിങ്ങോട്ട് നിർത്തിയിരിപ്പുണ്ട് കേട്ടോ. ഇത് ഒരെണ്ണം മൊത്തത്തിൽ അത്രയും ഭാഗത്തിട്ടേക്കുന്ന കേട്ടോ. ആ ഒരെണ്ണത്തിനെ കേട്ടോ കണ്ടോളൂ. തിരിച്ചു പോരാത്തതിനും കുറുനരീനെ കണ്ടു. അവർ ഓടിക്കളിയാ കുറുക്കൻ കുറുനരി കുറുനരി ശരിയാ, വല്ല അസുഖം നമ്മളിതേ സൂവിലെ എല്ലാ കാഴ്ചകളും കണ്ടിറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.